അവസാനിക്കാനിരിക്കെ പ്രതിസന്ധിയൊഴിയാതെ മത്സ്യത്തൊഴിലാളികൾ. ഇത്തവണ വല റിപ്പയറിംഗിനായി എത്തിയത് തുച്ഛം വലകൾ മാത്രം. വരുമാനം കുറഞ്ഞതും മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചടിയായി മാറി. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വേല റിപ്പയറിനെത്തിയത് കുറഞ്ഞ എണ്ണം വലകൾ മാത്രമാണ്. പുതിയ വലകൾ ഉണ്ടാക്കാൻ അധിക സാമ്പത്തിക ബാധ്യത വരുമെന്നിരിക്കെ വരുമാന മാർഗം പാതിവഴി നിലച്ചാണ് ഈ ട്രോളിംഗ് കാലയളവിൽ മത്സ്യത്തൊഴിലാളികൾ കടന്നുപോയത്. കഴിഞ്ഞ വർഷം മത്സ്യലഭ്യത കുറഞ്ഞതും ഡീസലിന് വില കൂടിയതും മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചടിയായി. മുൻവർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. ഞങ്ങൾ വലപ്പണി തൊഴിലാളികളാണ്. ഞങ്ങൾക്ക് വല റിപ്പയറിന് വന്നിരിക്കുന്നത് തന്നെ വളരെ തുച്ഛം വലകൾ മാത്രമേ ഉള്ളൂ. പുതിയ വലകളൊന്നും ഉണ്ടാക്കുന്നില്ല. ഉണ്ടാക്കാത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ കയ്യിൽ കാശില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം മത്സ്യലഭ്യത കുറവാണായിരുന്നു. പിന്നെ ഡീസലിൻ്റെ വില കൂടുതൽ കാരണം നമ്മളിപ്പോൾ ഒരു ബോട്ട് പോയിട്ട് വരികയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വലിയ ബോട്ടാണ് പോയി വരികയാണെങ്കിൽ ഒരു ദിവസത്തെ ചിലവ് തന്നെ 1 ലക്ഷം രൂപയുടെ ഒക്കെ അടുത്ത് വരും. 1 ലക്ഷം രൂപയിൽ കൂടുതൽ മീൻ കിട്ടണം. മത്സ്യം അതിൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മറ്റുള്ള കാര്യങ്ങളിലൊക്കെ നീക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഡീസലിലേക്ക് സബ്സിഡി ഇല്ല. വലയ്ക്കാണെങ്കിൽ 5% മുതൽ 20% വരെ വലയുടെ മെറ്റീരിയൽസിനൊക്കെ GST ചുമത്തിരിക്കുകയാണ്. അത് കാരണം വലിയ പ്രതിസന്ധിയിലാണ് മത്സ്യമേഖല കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ചും ഫിഷിംഗ് ബോട്ട്. വലയ്ക്ക് 5% മുതൽ 20% വരെ GST കൂട്ടിയതും വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത്. ഡീസൽ വിലയിലെ വർധനവും തിരിച്ചടിയായി. വലിയ ബോട്ട് കടലിൽ പോയി വരാൻ 1 ലക്ഷം രൂപ വരെ ചിലവ് വരും. മാത്രവുമല്ല 25,000 രൂപ മുതൽ 30,000 രൂപ വരെ വലയ്ക്ക് വേണ്ടിവരും. മത്സ്യങ്ങൾക്കനുസരിച്ച് വല മാറ്റേണ്ടതായും വരും. റിപ്പയറിംഗിനാകട്ടെ പേരിന് മാത്രം വലയെത്തുന്നതും മത്സ്യത്തൊഴിലാളികൾക്ക് തിരിച്ചടിയായി. 25,000 രൂപയുടെ വല ഉണ്ടാക്കേണ്ടടുത്ത് ഇപ്പോൾ 30,000 രൂപ വരുന്നുണ്ട്. ആ 30,000 രൂപ നമ്മുടെ ഇടുത്തി വരുന്ന മഴയാണ്. ഡീസലിനും കൂടി ഇതും കൂടി. പിന്നെ നമ്മൾ മേടിക്കാൻ പോകുന്ന എല്ലാത്തിനും നമ്മളിപ്പോൾ എന്ത് സാധനത്തിനായി കഴിഞ്ഞാലും ഇപ്പോൾ വണ്ടിയിൽ പോകണമെങ്കിലും അവർക്കും പെട്രോൾ അടിച്ചിട്ട് വേണ്ട പോകാൻ. ഈ GST ഇല്ലാത്ത കാലത്ത് വലയുടെ കോസ്റ്റ് എത്രയായിരുന്നു? GST ഇല്ലാത്ത കാലത്ത് നമ്മൾക്ക് 330 രൂപ ഹോൾസെയിലിനുള്ള റീറ്റെയിൽ കിട്ടിയിരുന്നു. റീറ്റെയിൽ 330 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് കിട്ടിയിരിക്കുന്നത് 370-380 രൂപയ്ക്കാണ്. അത് ഏറ്റവും കുറഞ്ഞ ക്വാളിറ്റിയിലുള്ള കമ്പനിയുടെ വല. കൂടിയ ക്വാളിറ്റിയുടെ വലയാണെങ്കിൽ 470-500 രൂപയൊക്കെ വരും. അപ്പോൾ ഒരു കിലോയ്ക്കാണ്. ഒരു ബോട്ടിന് പോകുകയാണെങ്കിൽ സാധാരണ ഒരു ബോട്ടിന് 100 കിലോ വല വേണം. 100 കിലോ വല എന്ന് പറയുമ്പോൾ എത്ര കാശാണെന്ന് മനസ്സിലായി. 500 രൂപയുടെ വല വെച്ച് കൊടുക്കുകയാണെങ്കിൽ 50,000 രൂപയുടെ വല വേണം. അതിന് സാമഗ്രികളൊക്കെ കൂടി വരുമ്പോൾ 75,000 രൂപ വരും. അതിൻ്റെ പണി കൂലിയൊക്കെ വരും. ട്രോളിംഗ് നിരോധനം അവസാനിക്കാനിരിക്കെ പ്രതിസന്ധി തീരാ ദുരിതക്കയത്തിൽ തന്നെയാണ് ഈ മനുഷ്യരും. ഓരോ ട്രോളിംഗ് നിരോധനം അവസാനിക്കുമ്പോഴും കടലോരത്തേക്ക് പരാതികളും പരാധീനതകളും മാറ്റിവെച്ച് അവരിറങ്ങും. പ്രതീക്ഷയോടെ. PGTV ന്യൂസ് പൊന്നാനി. തിരൂർ സൻഹ ഫാഷനിൽ കിടിലൻ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ. നേടാം തുണിത്തരങ്ങൾക്ക് 10% മുതൽ 70% വരെ ഡിസ്കൗണ്ട്. സാരികൾ, ചുരിദാറുകൾ, ലേഡീസ് കുർത്തീസുകൾ, കിഡ്സ് വെയറുകൾ, മെൻസ് വെയറുകൾ, കൂടാതെ പർദ്ദകൾ, മാക്സികൾ, ഷാളുകൾ തുടങ്ങിയവ ഈ ഓഫറിലൂടെ ഓരോ ഫ്ലോറിലും പ്രത്യേക കൗണ്ടറുകളിൽ നിന്നും സ്വന്തമാക്കാം. വിസിറ്റ് ടുഡേ സൻഹ ഫാഷൻ തിരൂർ.